ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പ്രകടിപ്പിക്കുന്ന ശീലം പാലക്കാട്ടെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനില്ലെന്ന് ഭാര്യ സൗമ്യ സരിൻ. ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിനിടെ താൻ പിണങ്ങിപ്പോയെന്ന പ്രചാരണം തെറ്റാണെന്നും അവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു. ഞാൻ കാണുന്ന കാലം മുതൽ ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആളല്ല സരിനെന്നും നമ്മുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു, അതും മനഃപൂർവ്വം പ്രകോപിപ്പിച്ചുകൊണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയല്ല അവർ പ്രകോപിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അവർക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാം. ഇരട്ട വോട്ടും ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അനാവശ്യ ശ്രമം അവിടെയുണ്ടായി. അത് സരിൻ്റെ രീതിയാണ്. സരിൻ പെട്ടെന്ന് പ്രതികരിക്കും. ഉള്ളിലൊന്ന് വെച്ച് മറ്റൊന്ന് പ്രകടിപ്പിക്കുന്ന രീതി സരിനില്ല. അത് സരിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് ഞാൻ സരിനോട് ചെവിയിൽ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്ത് ചെയ്താലും ഈ സോഷ്യൽ മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായപ്പോൾ സരിനോട് അത് പറഞ്ഞിട്ടാണ് ആ രേഖകൾ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ വിളിച്ച ഒരു പത്രസമ്മേളനത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോകേണ്ട കാര്യമുണ്ടോ എന്ന് സൗമ്യ സരിൻ വ്യക്തമാക്കി. അതേസമയം ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ചതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകരോട് ശോഭിച്ച് പി സരിൻ എന്ന രീതിയിലാണ് മാധ്യമങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പോലും ചിന്തിക്കാത്ത തരത്തിലാണ് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നതെന്നും മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ കുറച്ച് ഉളുപ്പ് വേണമെന്നും സരിൻ പറഞ്ഞു. ഭാര്യ ഡോക്ടർ സൗമ്യ സരിനൊപ്പം തൻ്റെ വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലായിരുന്നു പി സരിൻ്റെ അധിക്ഷേപം. ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ മാനനഷ്ട കേസ് കൊടുക്കും. ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുകയാണ് പത്രപ്രവർത്തകർ ചെയ്യുന്നതെന്നും സരിൻ ആരോപിച്ചു. അതേസമയം തനിക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സൗമ്യ സരിൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാജ വോട്ട് ആരോപണം വളരെ വിഷമമുണ്ടാക്കിയെന്നും സ്വന്തം പേരിലുള്ള വീട്ടിൽ 6 വർഷമായി കരമടക്കുകയാണ്. ഇതേ സ്ഥലത്താണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളതും. വ്യാജ വോട്ടറാണെന്ന ആക്ഷേപം കേട്ട് മിണ്ടാതിരിക്കാനാകില്ലെന്നും രാഷ്ട്രീയം എന്തുതന്നെയായാലും ഒരു മര്യാദയുമില്ലാതെ അതിൽ ഉൾപ്പെടാത്ത ആളുകളെ അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സൗമ്യ പറഞ്ഞു. വീടിൻ്റെ ആധാരം എടുത്തു കാണിച്ച സൗമ്യ മുഴുവൻ രേഖകളുമുണ്ടെന്നും കരമടച്ചതിൻ്റെ രേഖകളും ഉണ്ടെന്നും പറഞ്ഞു. വീട് തൻ്റെ പേരിലുള്ളതാണ്. തന്നെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയായി കാണേണ്ടതില്ല, സൗമ്യ സരിൻ എന്ന വ്യക്തിയായി മാത്രം കണ്ടാൽ മതിയെന്നും രാഷ്ട്രീയത്തിൽ മിനിമം നിലവാരം വേണം. ഭർത്താക്കന്മാരുടെ വാലായി ഭാര്യയെ കാണുന്നത് പിന്തിരിപ്പൻ നിലപാടാണ്. 6 മാസമായി താൻ ഇവിടെ താമസിക്കുന്നില്ല എന്നതിന് എന്താണ് പ്രതിപക്ഷ നേതാവിന് തെളിവുള്ളത്? ഈ വീടിൻ്റെ മുകളിലെ നിലയിൽ തങ്ങൾ താമസിക്കാറുണ്ട്. ഒറ്റപ്പാലത്തും പാലക്കാടും എപ്പോൾ പോകണമെന്ന് ആര് തീരുമാനിക്കണം? എവിടെ വോട്ട് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? പാലക്കാട് ഞാൻ വോട്ട് ചെയ്യരുതെന്ന് ആർക്കാണ് നിർബന്ധമെന്നും സൗമ്യ ചോദിക്കുന്നുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.